വിധി എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് നമ്മുടെ വിധി? നമ്മുടെ മാതാപിതാക്കളാണോ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്? കുടുംബമാണോ വിധി ഉണ്ടാക്കുന്നത്? നമ്മുടെ അയൽപ്പക്കക്കാരോ, ബന്ധുമിത്രാദികളോ, പഠിപ്പിച്ച അധ്യാപകരോ, സർക്കാരോ, പൊതുസമൂഹമോ, ഇനി മറ്റാരെങ്കിലുമാണോ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്? ഒരു അപകടം സംഭവിച്ചാൽ, ദുരന്തങ്ങൾ ഉണ്ടായാൽ, അകാലത്തിൽ മരണപ്പെട്ടാൽ, രോഗങ്ങൾ ഉണ്ടായാലൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതാണ് അവരുടെ വിധി. അപ്പോൾ ഈ വിധി ആരാണ് ഉണ്ടാക്കുന്നത്? ഒരു പരിധിവരെ നമ്മളുടെ വിധിയിൽ അപരർക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ കുട്ടിക്കാലം തന്നെ എടുക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ കരുണയിലും സംരക്ഷണയിലുമാണ് നമ്മുടെ ജീവിതം നാമ്പിടുന്നത്. സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും നിയമങ്ങൾക്കുമൊക്കെ അതിൽ വലിയ പങ്കുണ്ട് താനും. നാം ഇപ്പോൾ നിത്യേന കേൾക്കുന്ന കൂട്ട ആത്മഹത്യകൾക്ക് പിന്നിലെ സത്യം എന്താണ്? കൂട്ട ആത്മഹത്യയല്ലത്, മറിച്ച് കൂട്ട കൊലപാതകങ്ങളാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ വിധി മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കുന്ന ദയനീയ കാഴ്ച. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാകാത്ത കാലത്തിൽ സമൂഹം തന്നെ പിച്ചി ചീന്തുന്ന അനേകം ജീവിത കാഴ്ച. അപകടങ്ങളിലൂടെ ജീവിതം നഷ്ടമാകുന്ന അനേകായിരങ്ങൾ, നനച്ചിരിക്കാതെ വരുന്ന അനേകം ദുരന്തങ്ങൾ, മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെയൊന്നും പൂർണ്ണമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വിധി നാം തന്നെയാണ് നിശ്ചയിക്കുന്നത്. ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാൻ മേക്സ് ഹിംസെൽഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. ഓരോരുത്തരും അവരവരുടെ വിധി സ്വയം ഉണ്ടാക്കുന്നതാണ്. ഭാഗികമായ ശക്തികൾക്ക്, പ്രചോദനങ്ങൾക്ക് നമ്മുടെ വിധിയിൽ ചെറിയ പങ്കേ വഹിക്കാനുള്ളൂ. ആത്യന്തികമായി നാം തന്നെയാണ് നമ്മുടെ വിധി നിർണയിക്കുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, ബലഹീനതകൾ, ആഗ്രഹങ്ങൾ, സമീപനങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ വിധി സൃഷ്ടിക്കുന്നത്? ഒന്ന് ഓർക്കുക, ഇവിടെ നിത്യശത്രുക്കളോ നിത്യമിത്രങ്ങളോ ഇല്ല. നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. വലിയ ശത്രുവായിരുന്ന ആൾ നാളത്തെ മിത്രമായി കൂടുന്നില്ല. വലിയ മിത്രമായിരുന്ന ആൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ആയി തീരാറുണ്ട്. അപ്പോൾ സ്വന്തം നിലനിൽപ്പിനും താല്പര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ഈ ജീവിതം എന്ന് നാം തിരിച്ചറിയുക. ദുഃഖമായാലും സന്തോഷമായാലും ഈ സമയവും കടന്നു പോകും എന്നും നാം ഉൾക്കൊള്ളുക. നമ്മുടെ വിധി ഒരു പരിധിവരെ നമ്മുടെ മാത്രം കയ്യിലാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക. അതിനനുസരിച്ച് നാം നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നനഞ്ഞിടം കുഴിക്കാൻ വെമ്പി നിൽക്കുന്ന ഭൂരിപക്ഷ സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് നാം കാണാതെ പോകരുത്. ആർക്കും പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുന്ന ചാഞ്ഞ കൊമ്പുകളാകാതിരിക്കുക. പലതരം കെണികളിൽ അവർ നിങ്ങളെ ഉൾപ്പെടുത്താൻ നോക്കും. സൗഹൃദങ്ങളെ ചൂഷണം ചെയ്യും. കടം കൊടുത്ത പണം തിരികെ നൽകാതെയും അനാവശ്യ വ്യവഹാരങ്ങൾ ഉൾപ്പെടുത്തിയും അവർ നിങ്ങളെ പീഡിപ്പിക്കും. അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ അപമാനിക്കപ്പെടും. വിരുന്നൂട്ടിയ കൈക്കു തന്നെ അവർ തിരിച്ച് കടിച്ചെന്നിരിക്കും. അതിനാൽ ആരെയും ഒരു പരിധി വിട്ട് വിശ്വസിക്കാതിരിക്കുക. കണ്ണടച്ച് സ്നേഹിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ മാത്രം ഡിസൈൻ ചെയ്യുന്നതാവണം. ഈ ഭൂമുഖത്ത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് അത് നിങ്ങളുടെ മാത്രം ആവശ്യകതയാണ്. നിങ്ങളുടെ അഭാവം നിങ്ങളെ ചേർന്ന് നിൽക്കുന്ന അപൂർവം ചിലർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും വേദന ഉണ്ടാക്കിയേക്കാം. അത്രയേയുള്ളൂ. ദാനമായി നമുക്കൊക്കെ കിട്ടിയ ഈ ജീവിതം, അതിന്റെ വിധി നേതാക്കൾ നാം തന്നെയാകണം. നമ്മുടെ സ്വാതന്ത്ര്യം, തീരുമാനങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, അതൊക്കെ നമ്മുടെ തന്നെ വ്യതിരിക്തമായ ഒന്നാണെന്ന് നാം സ്വയം അംഗീകരിക്കണം. അതൊന്നും ആർക്കും പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടേക്കാം. ദുർബലമായ നിയമങ്ങൾ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തേക്കാം. ക്രൂരവും കരുണാരഹിതവുമായ ആൾക്കൂട്ടങ്ങൾ നമ്മെ ഭയപ്പെടുത്തിയേക്കാം. ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളുടെ ചിലന്തി വലയിൽ നാം സ്വയം കുരുങ്ങിയേക്കാം. പക്ഷേ എഴുന്നേറ്റ് വരണം, വീണ്ടും ഉയർന്നു വരണം. തെറ്റുകൾ പറ്റാത്തവർ ആരുമുണ്ടാകില്ല. മാത്രമല്ല, ജീവിത അവസാനം വരെയും തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം സ്വാഭാവിക മാത്രമാണെന്ന് കരുതണം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്ന് തന്നെ നാം തിരികൊളുത്തണം. ആ തിരിവട്ടം നമുക്ക് മാത്രമല്ല,
മറ്റുള്ളവർക്കും പ്രകാശം അരുളണം. അങ്ങനെ തെളിയിക്കപ്പെടുന്ന 1000 തിരികളാൽ ലോകം പ്രകാശപൂരിതമാക്കണം. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ ഒരു തിരി തെളിയിക്കുന്നത് തന്നെയല്ലേ അഭികാമ്യം. ഒന്നുറപ്പിക്കുക, മാൻ മേക്സ് ഹിംസെൽഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. അവനവൻ തന്നെയാണ് അവനവന്റെ വിധി ഉണ്ടാക്കുന്നത്.